അങ്ങനെ തെറ്റില്ലാത്തൊരു ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ വീണ്ടും കോട്ടയത്ത് വന്നിരിക്കുകയാണ്. കോട്ടയത്താണ് എൻ്റെ പെങ്ങൾ താമസിക്കുന്നത്. അളിയനും പെങ്ങളും കുട്ടികളൊക്കെ കോട്ടയത്താണ്. അങ്ങനെ ഞങ്ങൾ സൺഡേ രാവിലെയായി ഞങ്ങൾ കുർബാനയ്ക്ക് പുറപ്പെട്ടു. കുർബാന കഴിഞ്ഞ് കുട്ടികളെയും കൂട്ടി പുറത്ത് പോവുക, ഭക്ഷണം കഴിക്കുക, അടിച്ച് പൊളിക്കുക. അതാണ് ഞങ്ങളുടെ പ്ലാൻ. കുട്ടികളൊക്കെ വൻ ഹാപ്പിയാണ്. കുർബാന കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നല്ലൊരു ഹോട്ടലാണ്. കോട്ടയത്ത് തെറ്റില്ലാത്ത നല്ലൊരു ഹോട്ടൽ പെങ്ങളവനോട് നോക്കി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം അവിടെ എത്തി. കുട്ടികളൊക്കെ ജിൽ നിൽക്കുന്നത്. എല്ലാവരും, എൻ്റെ മോളും അക്കുപ്പെണ്ണും എല്ലാവരും തകർക്ക എന്നുള്ളൊരു മൈൻഡിലാണ്. അപ്പം ഞങ്ങളും പൊളിക്കാനുള്ള പരിപാടി തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ സീറ്റെല്ലാം കണ്ടുപിടിച്ചു, കൈയൊക്കെ കഴുകി ഞങ്ങളങ്ങനെ അവിടെ വന്ന് സെറ്റായി. എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വരെ പൊളിക്കുക, അത് തന്നെയാണ് ഞങ്ങളുടെ പ്ലാൻ. ഓർഡർ ചെയ്ത ഭക്ഷണമൊക്കെ വന്നു, ഞങ്ങൾ കഴിച്ചു. അടിപൊളിയായിരുന്നു. ശരിക്കും നല്ലൊരു വൈബ് തന്നെയായിരുന്നു അവിടെ. അങ്ങനെ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഞങ്ങൾ പുറത്ത് പോകാറുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് കഞ്ഞിക്കുഴി ഭാഗത്തേക്കാണ് വന്നത്. അങ്ങനെ ഈ പ്രാവശ്യത്തെ വരവിൻ്റെ ഓരോ പരിപാടികളും ഇത് അവസാനിച്ചു. തിരിച്ച് ഞങ്ങൾ ഫ്ലാറ്റിലെത്തി ചായ കുടിച്ച് വൈകിട്ട് തിരിക്കുക. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ദൈവത്തിന് വലിയൊരു നന്ദി പറഞ്ഞിട്ട്, കാരണം എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യത്തെ വരവും ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. കുട്ടികൾ ഹാപ്പി, ഞങ്ങളെല്ലാം വൻ ഹാപ്പി. അപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്രാവശ്യത്തെ കോട്ടയത്തിൻ്റെ വരവും ഇപ്രാവശ്യത്തെ കോട്ടയത്ത് വന്നിട്ടുള്ള ഞങ്ങളുടെ അടിച്ചുപൊളി ഈ ഒരു ഹോട്ടലിലത്തെ ഫുഡോട് കൂടി ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തിട്ട് തിരിച്ച് ഞങ്ങൾ തൃശ്ശൂർക്ക് പുറപ്പെടാനുള്ള പരിപാടിയായി. അപ്പോൾ ഒരിക്കൽ കൂടി തമ്പുരാന് നന്ദി പറഞ്ഞ് അളിയനും പെങ്ങൾക്കും താങ്ക് യു പറഞ്ഞുകൊണ്ട് ഈ ഒരു വരവും ഇതിലത്തെ പരിപാടികളും ഇവിടെ അവസാനിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ഒരുമിച്ച് നിന്ന് അവിടുത്തെ ഹോട്ടലിലത്തെ ചേട്ടനൊക്കെ ഫോട്ടോ എടുത്ത് തന്നു. അങ്ങനെ ഞങ്ങൾ തിരിക്കുകയാണ്.